നന്ദഗോവിന്ദൻ ഭജൻസ് ഒരു ക്രിസ്തീയ ഭക്തിഗാനം ഭജനയായി അവതരിപ്പിച്ചതിൽ കുരു പൊട്ടിയ സംഖ്യകൾക്ക് മതേതര കേരളത്തിന്റെ മറുപടി എത്തിയിട്ടുണ്ട്. അതും പത്തനംതിട്ട ജില്ലയിൽ നിന്ന്. ആരാധനാലയങ്ങൾക്കുള്ളിൽ ഹിന്ദു പാട്ട് പാടാനേ പാടുള്ളൂ, മുസ്ലിം പാട്ട് പാടാനേ പാടുള്ളൂ, ക്രിസ്ത്യൻ പാട്ട് പാടാനേ പാടുള്ളൂ എന്നുള്ള തിട്ടൂരം ഇറക്കുന്നിടത്ത് അങ്ങനെ തൽക്കാലം സംഘികളുടെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കാൻ സൗകര്യമില്ല എന്ന തരത്തിൽ പത്തനംതിട്ട മാക്കാംകുന്ന് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ കൂദാശയോടനുബന്ധിച്ച് ഗാനമേള സംഘടിപ്പിച്ചു. ആ ഗാനമേളയിൽ പള്ളി അങ്കണത്തിൽ ശബരിമല അയ്യപ്പനെ സ്തുതിച്ചുള്ള ഭക്തിഗാനം അങ്ങോട്ട് പാടി അവിടെ പരിപാടി കാണാനെത്തിയ ക്രിസ്ത്യൻസും ഹിന്ദുക്കളെല്ലാം ഒരുമിച്ച് നല്ല അന്തസ്സായിട്ട് ആ ഭക്തിഗാനം ഏറ്റുപാടിയത് ഒന്ന് കേട്ടെ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. നെയ്യഭിഷേകം സ്വാമിക്ക് കർപ്പൂരദീപം സ്വാമിക്ക് അയ്യപ്പന്മാരും കൂടിക്കൊണ്ട് അയ്യനാടി ചെയ്തിടുവാൻ ശബരിമലയിൽ ചെയ്തിടുവാൻ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. கார்த்திகை மாதம் நாளையிலிருந்து நேர்த்தையாகவே விரதமிருந்து பார்க்க சாரதியின் மைந்தனே உன்னை பார்க்க வேண்டியே தவமிருந்து பார்க்க சாரதியின் மைந்தனே உன்னை பார்க்க வேண்டியே தவமிருந்து இருமொழி எடுத்து எழுநேறி வந்து ஒரு மலையாகி பேட்டையில் உள்ளி அருமை நம்பலாம் பாவலில் உள்ள ஐயனின் அருமலை அழுதையேற்றம் நேரும் போது ஹரிகர மகனே சுதித்து செல்வார் வழிகாட்டிடவே வந்திடுவார் வன்பொலி ஏறி ஏங்கிடுவான். கரிமலை ஏற்றம் கடினம் கடினம் கருணை கடலும் துணை வருவான். கரிமலை இறங்கும் வந்த உடனே திருநதி வம்பை கண்டிடுவான். சுவாமியே ஐயப்போ ஐயப்போ சுவாமியே. கங்கை நதி போல் புண்ணிய நதி நம் பம்பை நீராடி சங்கர் மகனே கும்பிடுவார் சங்கர் நின்று ஏறிடுவார். കേട്ടല്ലോ. ഇനി നിങ്ങളുടെ കുരുപൊട്ടൽ നേരെ പത്തനംതിട്ടയിലേക്കാകട്ടെ. നന്ദഗോവിന്ദൻ ഭജൻസ് കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്തീയ ഗാനം അവർ പഠിച്ച സ്കൂളിന് സമീപത്തെ ക്ഷേത്രത്തിൽ വെച്ചുള്ള ഭജൻസിനിടെ ഒന്ന് അവർക്ക് വേണ്ടി ആലപിച്ചപ്പോൾ വല്ലാതെ കുരുപൊട്ടിപ്പോയ കേരളത്തിലെ സവർണ ഹിന്ദുക്കളുടെ കുരു മാലപ്പടക്ക് പോലെ പൊട്ടിക്കുന്ന തരത്തിലാണ് ഈ ദൃശ്യം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതാണോ ദ റിയൽ കേരള സ്റ്റോറി? നിങ്ങൾ എന്ത് കാര്യത്തിനെ എതിർക്കുന്നുവോ അതിനെ അതിശക്തമായിട്ട് ഈ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് മലയാളിയുടെ പ്രധാന ഉത്തരവാദിത്വം. സംഘപരിവാറിലൂടെ കോൺഗ്രസിന്റെ പിൻസീറ്റിലിരുന്ന് വന്ന് കേരളത്തെ കൂടി അവർക്ക് വിഴുങ്ങാമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോൾ അങ്ങനെ വഴങ്ങിത്തരുന്നവരല്ല കേരളത്തിലെ പൊതുജന മനസാക്ഷി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു ക്രിസ്തീയ ഭക്തിഗാനം ഒരു ഭജൻസിന്റെ ഇടയിൽ വന്നപ്പോൾ കുരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ പള്ളി അങ്കണത്തിലെ വേദിയിൽ
കൂദാശയോടനുബന്ധിച്ച് നടത്തിയ ആ ഗാനമേളയിൽ ഹിന്ദു ഭക്തിഗാനം അല്ലെങ്കിൽ അയ്യപ്പന്റെ ഭക്തിഗാനം പത്തനംതിട്ട ജില്ലയിൽ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും ഒന്നിച്ചു പാടിയെടുത്ത് ഒരു ചുക്ക് സംഭവിച്ചില്ല. ആരുടെയും വികാരം വ്രണപ്പെട്ടില്ല. ഇനി ഇത് കണ്ട ആർക്കെങ്കിലും വികാരം വ്രണപ്പെടുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങളെ ഇത്തരം കാഴ്ചകൾ ഡെയിലി കാണിച്ച് നിങ്ങളുടെ വികാരവും നിങ്ങളുടെ കുരു മുഴുവൻ പൊട്ടിക്കുക തന്നെയാണ് കേരളത്തിന്റെ മതേതര ചിന്തയുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് നന്ദഗോവിന്ദൻ ഭജൻസിനെ നിശബ്ദമാക്കി കളഞ്ഞ് ഇത് അവിടെ നിർത്തിക്കാമെന്ന് സംഘികൾ വ്യാമോഹിക്കുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം കാഴ്ചകൾ കണ്ട് നിങ്ങളുടെ കുരു പൊട്ടി അന്തരിക്കേണ്ട അവസ്ഥ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.